നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. സേ എഴുതുന്ന കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 2 ദിവസമൂടെ ഉള്ളൂ. എന്തിന്? നവംബർ 7. നവംബർ 7-ൻ്റെ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സേയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് കൊടുക്കേണ്ട ഫൈനൽ ഡേറ്റ് ആണ്. അന്നേരം പലരും ചോദിച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെയുള്ള നിങ്ങളുടെ +2-ൻ്റെയും +1-ൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളും എല്ലാം കൊണ്ടുപോയി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അതിനോടൊപ്പം ഞാൻ മറക്കാതെ ഒരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ചേക്കും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. 2 ദിവസം. ഇത് ഓർമ്മിപ്പിക്കുന്ന പറയുന്നത് ഒരുപാട് 10,000-കണക്കിന് കുട്ടികളാണ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ ഡേറ്റ് മാറ്റും, ഇനിയും കൂടുതൽ ഡേറ്റ് തരുമെന്നൊന്നും ചോദിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അന്നേരം ആ ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങളിത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചസ് എല്ലാ ഒന്നിരാട ഒരു ദിവസം ഇപ്പം 1-ാം തീയതി ഉണ്ടായിരുന്നു, 3-ാം തീയതി ഉണ്ടായിരുന്നു, 5-ാം തീയതി, 7-ാം തീയതി, 9-ാം തീയതി അടുത്ത 2 പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യമായിട്ട് ചേരുന്നവർക്ക് എല്ലാം ആദ്യം മുതലുള്ള ഫുള്ള് ക്ലാസ്സുകൾ കിട്ടും. ഫീസിൽ നല്ലപോലെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഫീസേ ഉള്ളായിരുന്നു, അതും വളരെ കുറച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു ടെൻഷനും ഇല്ലാതെ. അത് കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കുമ്പോൾ അറിയാം. ടെൻഷൻ വേണ്ട. 2026 നിങ്ങൾ ജയിച്ച് നല്ല ഗംഭീര മാർക്ക് മേടിച്ച് നിങ്ങൾ അടുത്ത ജോലിക്ക് പോയാൽ മതി. അന്നേരം അത് ഇനി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഇപ്പം പഠിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഇത് ഏത് സമയത്തിരുന്ന് കേൾക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണെന്നുള്ളൊരു ഗുണം കൂടി നിങ്ങൾക്ക് കിട്ടും. അന്നേരം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ടിരുന്ന് പഠിക്കുകയോടെ ചെയ്യുക. അന്നേരം നല്ല മാർക്ക് കിട്ടി ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.